അപ്പോൾ നമ്മുടെ പട്ടായയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മളിവിടെ എത്തിയത്. ഇന്നലെ രാവിലെ നമ്മളെ ടൈഗർ ടോപ്പിയുടെ കാഴ്ചകളും അതുപോലെ അൽക്കാസർ ഷോവും രാത്രിയിലെ നമ്മുടെ നൈറ്റ് ലൈഫ് പിന്നെ അതുപോലെ വാക്കിംഗ് സ്ട്രീറ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇന്ന് രണ്ടാം ദിവസം നമ്മളെ അടുത്ത വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ്. രണ്ടാം ദിവസം നമ്മൾ പോകുന്നത് കോറൽ ഐലൻഡിലേക്കാണ് രാവിലെ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ബീച്ചിലാണ്. ഇവിടെ നിന്ന് ബോട്ടിൽ ആണ് കോറൽ ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന്റെ കോറൽ ഐലൻഡിലെ കാഴ്ചകളും അവിടുത്തെ ആക്ടിവിറ്റികളും അതിനുശേഷം നമ്മൾ ഇന്ന് തന്നെ വൈകുന്നേരം പിന്നെ നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ ഉണ്ടാവും. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ കാണുക. കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക്. അപ്പോൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഞങ്ങളുടെ പാക്കേജുകാരുടെ വണ്ടി വന്ന് പിക്ക് ചെയ്തു. അപ്പോൾ നമ്മളിതാ പട്ടായ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചിലെത്തി ഇവിടെ വന്ന് നമ്മൾ ഈ പാക്കേജുകാർ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഇത് സിമ്പിളാണ്. ഇതേപോലെ കയ്യിലൊരു ടാഗ് കിട്ടും, ഒരു കുപ്പി വെള്ളവും ഇവര് വക ഇവിടുന്ന് തരുന്നുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ഒരു ബോട്ടിലാണ്, സ്പീഡ് ബോട്ടിലാണ് ഇവിടുന്ന് ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പം ബോട്ടിലേക്ക് പോകുന്ന ബോട്ട് ജെട്ടിയുണ്ട്. അടിപൊളി ബോട്ട് ജെട്ടിയാണ്. ഇവിടെ ഓരോരുത്തരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരു പാക്കേജുകാർ. അങ്ങനെതാ നമ്മളിനി ബോട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതാണ് ഇവിടെയാണ് ബോട്ട് വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ ബോട്ട് വന്നിട്ട് നമ്മളിതാ ഇവിടുന്ന് പോകും. ഞങ്ങളെല്ലാവരും ഇവിടെ റെഡിയായി കാത്തു നിൽക്കുകയാണ്. ഇതാ ഈ വരുന്ന ബോട്ടിലാണ് ഞങ്ങൾ ഈ ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബോട്ട് പുറപ്പെട്ടു. നല്ല നീല നിറത്തിലുള്ള ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഇവിടുത്തെ ബീച്ചുകളുടെ അല്ലെങ്കിൽ കടലിൻ്റെ പ്രത്യേകത. നമ്മളെ ബോട്ട് ഓടിക്കുന്ന ആളാണിത്. ഞങ്ങൾ മാത്രമല്ല, വേറെയും കുറേ ടീമുകളുണ്ട്. അപ്പോൾ ഇവിടെ SIC ആയിട്ടാണ് പോകുന്നത്. അതായത് വേറെ ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. ഞങ്ങൾ 10 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റിൻ്റെ റണ്ണിങ് ഉണ്ട് ഇവിടുന്ന് പിന്നെ സ്പീഡ് ബോട്ടിന് കോറൽ ഐലൻഡിലേക്ക് പോകുന്ന വഴിക്കതാ ഇവിടെ നടുവിൽ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, പാരാസെയിലിംഗ് ഒക്കെ. അപ്പോൾ ഇവിടെ ഞങ്ങളെ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അണ്ടർ വാട്ടറും അതുപോലെ പാരാസെയിലിംഗും ഒക്കെ ഉണ്ടെന്നാണ്. അവിടെ കയറി അവിടെ അതിൻ്റെ ഗൈഡ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഇവരുടെ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ഒരു പ്രൊഫഷനാണിത്. ഒരു കോംബോ ഓഫർ എന്നൊരാൾക്ക് 2500 ബാത്തിന് അണ്ടർ വാട്ടർ വാക്കിങ്, പാരാസെയിലിംഗ്, അതുപോലെ ജെറ്റ് സ്കീയിങ്, ബനാന സ്കീയിങ്, ഇത്രയും 4 ചെയ്യാം. അപ്പോൾ രാജേഷ് അണ്ടർ വാട്ടർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനും രാജേഷും കൂടി ഒരു പാക്കേജ് എടുത്തു. ഞാൻ പാരാസെയിലിങ്ങും ജെറ്റ് സ്കീയിങ്ങും ബനാന സ്കീയിങ്ങും ചെയ്യുന്നുണ്ട്. സജീവേട്ടനുണ്ട്. സജീവേട്ടൻ സെപ്പറേറ്റ് പാക്കേജ് എടുത്തു. അപ്പോൾ ഇന്നതാ ഇവർ ഇതിൻ്റെ ജാക്കറ്റ് ഇടിക്കുകയാണ്. ഇതാണ് പാരാസെയിലിംഗ്. ഒരു സ്പീഡ് ബോട്ടിൽ കെട്ടിയിട്ട് ഇങ്ങനെ എയർ ബലൂണിലാണത് പോകുന്നത്. അപ്പോൾ സജീവേട്ടൻ്റെ ടേണായി. കുറേ ആളുകളുണ്ട്, വരി ക്യൂ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സജീവേട്ടന് കഴിഞ്ഞു. അടുത്ത ഇനി ഞാനാണ്. അങ്ങനെ ആണ് കൊളത്തിയിട്ട് അങ്ങനെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കൊളത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തതാ ഞാനിതാ പറക്കാൻ പോകുന്നു. ഇതാണ് സംഭവം. ഉണ്ട്, അടിപൊളി. ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുറേ വീഡിയോ റെക്കോർഡായില്ല കേട്ടോ. ഇത് പറന്നു കഴിയുമ്പോൾ ഇത് നമ്മൾ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ഇത് എടുക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട്. നമുക്കിങ്ങനെ ആകാശത്തൂടെ ഈ കടലിൻ്റെ മുകളിലൂടെ ആകാശത്തൂടെ പറക്കാം. അത് നല്ലൊരു അനുഭവമായി. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പാരാസെയിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും അടിപൊളി. അത് കഴിഞ്ഞതാ താഴേക്ക് ഇറങ്ങി. അങ്ങനെ കുറച്ച് സമയം ഇവിടെ നിന്നു. സജീവേട്ടൻ രാജേഷും അണ്ടർ വാട്ടറൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇനി അടുത്ത ഐലൻഡിലേക്കുള്ള യാത്രയാണ്. ഇവിടെ നിന്ന് കുറച്ച് സമയം കൂടി ഉണ്ട് സ്പീഡ് ബോട്ടിൽ ഐലൻഡിലേക്ക്. നല്ല സ്പീഡിലാണ് ബോട്ട് പോകുന്നത്. നല്ല അടിപൊളി യാത്ര. നമുക്ക് പട്ടായയിലെ മെയിൻ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. കുതിച്ചു പോയാണ് നമ്മുടെ സ്പീഡ് ബോട്ട്. ബാക്കി ജെറ്റ് സ്കീയിങ്ങും അത് ബനാന സ്കീയിങ്ങും ഒക്കെ കോറൽ ഐലൻഡിലാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അത് ബാക്കി ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും അങ്ങോട്ടുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് ഈ പട്ടായയിൽ ഏറ്റവും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു യാത്ര ഇതാണ് കേട്ടോ. നല്ല പിടിച്ചു നിൽക്കണം. പിടുത്തം വിട്ടാൽ തെറിച്ച് നമ്മൾ കടലിൽ വീഴും. അത്ര സ്പീഡിലാണ് ബോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ കുറേ സമയം യാത്രയ്ക്ക് ശേഷം ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കോലാൻ എന്നാണ് ഈ നമ്മൾ തായ് ഭാഷയിൽ ഈ കോറൽ ബീച്ചിനെ അറിയുന്നത്. കോലാൻ ബീച്ച് എന്നാണ് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് മോനെ ബീച്ച്. എന്താ രസം നോക്കുക, അടിപൊളി. നല്ല വെളുത്ത പഞ്ചാര മണൽത്തരികൾ, അതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. നല്ല അടിപൊളി ബീച്ച്. ഇത് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ തായ്ലൻഡ് വരുന്നവർ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറേ പേരുണ്ട്. അതവിടെ ബനാന സ്കീയിങ് ഒക്കെ നടക്കുന്നുണ്ട്, ജെറ്റ് സ്കീയിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇനി ജെറ്റ് സ്കീയിങ് നടത്താൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ബാക്കി സമയം നമുക്ക് കടലിൽ കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാ ജെറ്റ് സ്കീയിൽ കയറി. അപ്പോൾ നമുക്ക് ബാക്കിലൊരു ഡ്രൈവർ ഉണ്ട്, അയാളാണ് ഇത് ഓടിക്കുക. അപ്പോൾ തുടങ്ങാൻ പോവാണ്. ഒരു കയ്യിൽ ഞാൻ ജെറ്റിൽ പിടിച്ചിട്ടുണ്ട്, മറ്റേ കയ്യിലാണ് ക്യാമറ പിടിച്ചിട്ടുള്ളത്.
ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ ഇത് അത്ര സിമ്പിളല്ല. ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ തെന്നി തെന്നി പോകുമ്പോൾ നമ്മൾ ശരിക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആളുകളൊക്കെ തെറിച്ച് പോകും. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാ കുറച്ച് ദൂരം ചെന്നപ്പോൾ നമുക്ക് ഓടിക്കാൻ തന്നു. നമ്മളിത് ഓടിക്കുമ്പോഴും നമുക്ക് അത്ര ഈസി അല്ല കേട്ടോ. നമുക്കത് ഒന്നാമത് ഓടിക്കാൻ അറിയാത്തതിൻ്റെ കുഴപ്പമാണ്. അതാ ആക്സിലേറ്റർ കൊടുക്കുന്നതെന്ന് വണ്ടി എങ്ങനെ പോകും. അപ്പോൾ ഇത് നല്ല സ്പീഡായതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഓടിക്കാൻ. ഏതായാലും കുറച്ച് സമയം ഓടിക്കാൻ തന്നു. ഇനി ഇതാ അത് കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെറ്റ് സ്കീ കഴിഞ്ഞു. ഇനി അടുത്തത് ബനാന സ്കീ ആണ്. ബനാന സ്കീയിങ്ങിന് ഒന്നുമില്ല, ഒരു ബനാന പോലുള്ള ഒരു ബലൂണ് നമ്മൾ ജെറ്റ് സ്കീൻ്റെ ബാക്കിൽ കെട്ടിയിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് പിടിക്കാനൊരു വള്ളിയുണ്ട്. ഇത് മറ്റേതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നമ്മൾ രണ്ട് കൈ കൊണ്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര പ്രശ്നം തോന്നില്ല. ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഒറ്റ കയ്യിലാണ് ഇത് പിടിക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ തെറിച്ച് പോകാതിരിക്കാൻ നമ്മൾ പിടിച്ചിരിക്കണം. ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ മുങ്ങിപ്പോകുന്നില്ല. അപ്പോൾ കുറച്ച് നമ്മൾ ബാലൻസ് ചെയ്ത് നിന്നാൽ നമുക്ക് അങ്ങനെ പിടിച്ച് പോകാം. അപ്പോൾ ഇതാണ് ബനാന സ്കീയിങ്. അപ്പോൾ അങ്ങനെ ജെറ്റ് സ്കീയിങ്ങും ബനാന സ്കീയിങ് കഴിഞ്ഞു തിരിച്ച് വരികയാണ്. ബനാന സ്കീയിങ് കഴിഞ്ഞ് തിരിച്ച് വരികയാണ്. നല്ലൊരു അനുഭവമായി ജെറ്റ് സ്കീയിങ്ങും ബനാന സ്കീയിങ്ങും. അത്യാവശ്യം ബർത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വാട്ടർ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സമയം നമ്മളിവിടെ ബീച്ചിൽ ചിലവഴിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. വിദേശികളായ ഒരുപാട് ആളുകൾ സൺബാത്തിങ്ങിനും മറ്റുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്, നല്ല വെയിലാണ്. അതുകൊണ്ട് വിദേശികളെ സംബന്ധിച്ച് നല്ലൊരു ഡെസ്റ്റിനേഷനാണ് അവർക്ക് സൺബാത്തൊക്കെ ചെയ്യാൻ വേണ്ടി. നമുക്ക് അത്ര നല്ല സുഖം തോന്നില്ല. എന്തായാലും നല്ല മനോഹരമായ ചുറ്റും നോക്കും, നല്ല മനോഹരമായ ബീച്ച് ഉണ്ടാവും. ഈ വെള്ളം തന്നെ കാണുമ്പോൾ നമുക്കിങ്ങനെ അവിടുന്ന് കയറിപ്പോരാൻ തോന്നില്ല. വെള്ളത്തിന് നമുക്ക് നോക്കാം, ഒരുപാട് ആളുകളുണ്ട്. കണ്ടോ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. അടിയിൽ ഇങ്ങനെ കൃത്യമായിട്ട് കാണാം. ഇവിടെ നമുക്ക് ഈ അണ്ടർ വാക്കിങ് അതുപോലെ സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ്. നമ്മൾ ആ ആക്ടിവിറ്റികളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് സമയം ഈ ബീച്ചിലൊന്ന് ചാടിക്കുളിക്കാമെന്നാണ്. ഇത് നല്ല മനോഹരമായ ഒരു സംഭവമാണ്. ഇവിടെ എല്ലാവരും ആസ്വദിച്ച്, കുറച്ച് പേര് മാത്രമേ ഇറങ്ങാത്തുള്ളൂ, ബാക്കി എല്ലാവരും കടലിലിറങ്ങി. അപ്പോൾ ഇതാണ് ഇവിടെ കോറൽ ബീച്ചിലെ നമുക്ക് ഈ ഉള്ള ഒരു കുളിക്കാനുള്ള ഒരു സ്ഥലം. എല്ലാവരും ആസ്വദിച്ച് കുളിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഇവിടെ നമുക്ക് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് പാരാഗ്ലൈഡിംഗ് ഒക്കെ നമുക്ക് ദൂരെ കാണാം. ഈ ക്യാമറയിൽ നമുക്ക് അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല. അവിടുന്ന് പാരാഗ്ലൈഡിങ്ങും ആക്ടിവിറ്റി ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതായാലും പട്ടായയിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഒരുപക്ഷെ ഈ കോറൽ ഐലൻഡ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര ബീച്ചുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത്ര മനോഹരമായ ഒരു ബീച്ചാണ് ഇവിടെ ഈ കോറൽ ഐലൻഡ് ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പട്ടായ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് കോറൽ ഐലൻഡ് ട്രിപ്പ്. ശരിക്കും നമ്മുടെ ഒരു പാക്കേജ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോറൽ ഐലൻഡ് യാത്രയ്ക്ക് ട്രിപ്പിന് വേണ്ട റേറ്റ് എത്രയെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ നെറ്റിൽ നോക്കിയിട്ട് പല റേറ്റ് കാണുന്നുണ്ട്. 500 ബാത്തൊക്കെയാണ് ചിലത് കാണുന്നുണ്ട്, കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പാക്കേജ് വരുന്നവർക്ക് പിന്നെ എല്ലാം പാക്കേജ് ഏറെ ചെയ്യുന്നുണ്ട്, നമുക്ക് അതിൻ്റെ റേറ്റ് കൃത്യമായിട്ട് അറിയില്ല. അതല്ലാതെ സിംഗിൾ വരുന്നവരെ സംബന്ധിച്ചാൽ നമുക്ക് ഈ റേറ്റൊക്കെ അറിയേണ്ട കാര്യമുള്ളൂ. ഇവിടെ സ്നോർക്കലിങ് സ്കൂബ ഡൈവിങ് ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നല്ല മനോഹരമായ പവഴിയ പറ്റുകളും ഒരുപാട് മത്സ്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. വരുമ്പോൾ സൺഗ്ലാസും അതുപോലെ സൺസ്ക്രീൻ ആവശ്യമുള്ളവർ അതൊക്കെ കയ്യിൽ കരുതുന്നത് നന്നാവും. അത്യാവശ്യം നല്ല വെയിലാണ്. അതുപോലെ കുളിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ കയ്യിൽ കരുതുക. അപ്പോൾ ഏതായാലും ഞങ്ങളെ ഇവിടുത്തെ സമയം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി. ഞങ്ങളെ ബോട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു ബോട്ടിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് അല്പസമയം വിശ്രമമാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പട്ടായയിലെ പ്രശസ്തമായ ഫ്ലോട്ടിംഗ് മാർക്കറ്റും അതുപോലെ ജെംസ് ഗാലറിയൊക്കെ കാണാൻ പോകുന്നുണ്ട്. അത് അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് മെയിൻലാൻഡിൽ തന്നെ എത്തി. നമ്മൾ കയറിപ്പോയ ബോട്ട് ജെട്ടിയിൽ തന്നെ എത്തി. അപ്പോൾ എങ്ങനെയുണ്ട് കോറൽ ഐലൻഡിലെ കാഴ്ചകൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോക്കായി കാത്തിരിക്കും.